നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഇത്തവണയും സംപൂജ്യരാകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ്. കൊയിലാണ്ടിയിലും നാദാപുരത്തും കോഴിക്കോട് നോർത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടെങ്കിലും വിജയിക്കില്ല എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. കഴിഞ്ഞ 20 വർഷത്തിലേറെയായിട്ടും കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രതിനിധിയെ പോലും കോൺഗ്രസിന് വിജയിപ്പിക്കാനായിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ ഒരു നിയമസഭാ സാമാജികൻ കോൺഗ്രസിന്റെ സ്വപ്നമാണ്. കഴിഞ്ഞ 20 വർഷമായി അത് സാധിച്ചിട്ടില്ല. UDF മുന്നണിയിൽ ജില്ലയിൽ കൂടുതൽ സീറ്റിലും മത്സരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ബേപ്പൂർ, നാദാപുരം, കോഴിക്കോട് നോർത്ത്, കൊയിലാണ്ടി മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടിയിരുന്നത്. ബേപ്പൂരിൽ PV അൻവറിന് സീറ്റ് നൽകി. കൊയിലാണ്ടിയിൽ DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും നാദാപുരത്ത് അഭിജിത്തും കോഴിക്കോട് നോർത്തിൽ K ജയന്തും വിജയിക്കില്ലെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. അതേസമയം 6 സീറ്റിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് ജില്ലയിൽ നേട്ടമുണ്ടാക്കുമെന്നും കണക്കാക്കുന്നു. ഇതോടെ ജില്ലയിൽ UDF മുന്നണിയിൽ കോൺഗ്രസിന് അപ്രമാദിത്യം നഷ്ടപ്പെടും. അഡ്വക്കേറ്റ് P ശങ്കരനും സുജനപാലും തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലയിലാണ് കോൺഗ്രസ് പിന്നോക്കം പോയത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നിലം തൊട്ടില്ലെങ്കിൽ ജില്ലയിൽ പാർട്ടിയുടെ നില പരുങ്ങലിലാകുമെന്ന് ഉറപ്പ്. ശിവദാസ് കന്മനം, ജനം, കോഴിക്കോട്.